പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം സിനിമയാണ്. അതെ, വെറും സിനിമയെന്നല്ല, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. അതെ, IFFK. ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, വേദിയിലുള്ള ആദരണീയരായ മന്ത്രിമാർ, സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ബി ശിവൻകുട്ടി, ശ്രീ GR അനിൽ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി, ആദരണീയരായിട്ടുള്ള MLA മാർ, മറ്റു ജനപ്രതിനിധികൾ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നിരവധി പേരുടെ ഒരു വലിയ സാന്നിധ്യം തന്നെ ഇവിടെയുണ്ട്. സദസ്സിലും വിശിഷ്ട വ്യക്തികൾ നിരവധി പേരുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. 29 വർഷങ്ങൾ നീണ്ട കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങ്, 29 വർഷത്തെ ചരിത്രവും ഓർമ്മകളുമാണ് ഇന്ന് ഈ തെളിതെളിയുമ്പോൾ നമുക്ക് കൂട്ടായുള്ളത്. The International Film Festival of Kerala 2024 is being inaugurated by the Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, in the presence of dignitaries on stage, including our chief guest, Ms. Shabana Azmi. വെല്ലുവിളികളുടെ ഇടയിലും ഈ മേള ഏറ്റവും ഭംഗിയായി സംഘടിപ്പിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്യമം, അതിൻ്റെ ആദ്യത്തെ പടി ഏറ്റവും മനോഹരമായി ഈ വേദിയിൽ നടക്കുകയാണ്. ഏറ്റവും മികച്ച രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി IFFK അറിയപ്പെടുന്നു എന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ്. സിനിമാ പ്രദർശനം മാത്രമല്ല ഈ മേളയിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന ചർച്ചകൾ, അഭിപ്രായ പ്രകടനങ്ങൾ, ഇവയൊക്കെ പുരോഗമന സ്വഭാവമുള്ളവയാണ്. ചലച്ചിത്രമേള എന്നതിനപ്പുറം യുവതി യുവാക്കൾക്ക് സാംസ്കാരിക ഫാഷൻ രംഗങ്ങളിൽ ഈ പുതുകാലത്ത് ഉയർന്നു വരുന്ന ട്രെൻഡുകളെ പരിചയപ്പെടുത്താനുമുള്ള വേദി കൂടിയായി ഈ ചലച്ചിത്രോത്സവം മാറുന്നുണ്ട്. എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതമായി യുവാക്കളുടെ കൂട്ടായ്മകൾ ഈ ഉത്സവത്തിൽ രൂപപ്പെടുന്നുവെന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട കലാരൂപങ്ങൾ എടുത്തു നോക്കും. അവയിൽ ഇന്ന് നിലനിൽക്കുന്ന കലാരൂപങ്ങളിൽ ഏറ്റവും ജനകീയമായത് ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും സിനിമ എന്ന് തന്നെയാണ് ഉത്തരം. ലൂമിയർ സഹോദരന്മാരിൽ തുടങ്ങിയ സിനിമയുടെ ചരിത്രം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനത്തിൽ എത്തി നിൽക്കുന്നു. സാങ്കേതിക രംഗത്തെ വികാസം ഇത്രയേറെ ചടുലമായ മാറ്റങ്ങൾ വരുത്തുന്ന മറ്റൊരു കലാരംഗവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ നേർ പ്രതിഫലനമാണ്
പലപ്പോഴും സിനിമയിൽ ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടി വരും. ആ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യാവസ്ഥകളെ പ്രതിഫലിപ്പിക്കാനുള്ള ഉപാധിയായി ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയും മാറിത്തീരുന്നത്. ഈ ചലച്ചിത്രമേളയിലെ കൺട്രി ഫോക്കസ് വിഭാഗം പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും. കഴിഞ്ഞ ചലച്ചിത്രമേളയിൽ നമ്മൾ പാലസ്തീൻ ഐക്യദാർഢ്യ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. അന്ന് ആ രാജ്യത്ത് നിലനിന്നിരുന്ന അവസ്ഥ കൂടുതൽ മോശമാകുന്ന നിലയാണ് ഇപ്പോഴുള്ളത്. ഇത്തവണത്തെ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു നൂറ്റാണ്ട് പാരമ്പര്യമുള്ള അർമേനിയൻ സിനിമാ വിഭാഗത്തിൽ നിന്നുള്ള ചലച്ചിത്രങ്ങളെയാണ്. വൈവിധ്യമാർന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇക്കാലയളവിൽ ലോകത്താകമാനം സിനിമാ രംഗം വളർച്ചയും മുന്നേറ്റവും കൈവരിച്ചത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങൾ മാത്രം സൃഷ്ടിക്കുകയോ ചില പ്രത്യേക കാഴ്ചപ്പാടുകൾ മാത്രം അവതരിപ്പിക്കുകയോ ചെയ്താൽ അത് സിനിമാ രംഗത്തിൻ്റെ ശോഷണത്തിന് മാത്രമേ വഴിവെക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ വിഷയങ്ങളെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന കലാമൂല്യമുള്ള സിനിമകൾ സൃഷ്ടിക്കാനും സ്വീകരിക്കാനും സിനിമാ മേഖലയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഏവർക്കും മികച്ച ദൃശ്യാനുഭവം ആശംസിച്ചുകൊണ്ട് 29ാമത് കേരള ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം. അടുത്തതായി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന്റെ സമർപ്പണമാണ്. Life Time Achievement Award at the IFFK was introduced in 2009, and so far this prestigious award has been conferred upon legendary filmmakers such as Mrinal Sen, Werner Herzog, Carlos Saura, Marco Bellocchio, Darwish Merji and Majid Majidi. Jiri Menzel, Alexander Suvorov, the illustrious list goes on. Joining this illustrious list today is an iconic figure from Hong Kong, An Hui. 10 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഈ പുരസ്കാരം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നത് ഹോങ്കോങ് സംവിധായികയും തിരക്കഥാകൃത്തും നിർമ്മാതാവും നടിയുമായ ആൻ ഹുയിക്കാണ്. I invite the Honorable Chief Minister, Sri Pinarayi Vijayan, to present the Lifetime Achievement Award and Ms. An Hui to kindly come forward and accept it. She is one of Asia's foremost women directors, a key figure in the Hong Kong New Wave movement. She received the Golden Lion for Lifetime Achievement at the 77th Venice Film Festival in 2020. Her accolades also include the Berlinale Camera Award at the 47th Berlin International Film Festival in 1997 and the Asian Filmmaker of the Year Award at the 19th Busan International Film Festival in 2014. പല രാജ്യങ്ങളിൽ നിന്നായിട്ടുള്ള 300ഓളം സിനിമകളാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത്. മാത്രമല്ല 20 കാറ്റഗറിയിലായാണ് സിനിമകൾ കാണിക്കുന്നത്. കൺട്രി ഫോക്കസ് എന്ന കാറ്റഗറിയിൽ അർമേനിയാണ് ഈ 29ാം ചലച്ചിത്രമേളയിൽ ഇടം നേടിയിരിക്കുന്നത്. На сером небе, обретенном чужие птицы, на теле города чужого чужие лица. И пепел серый и жемчужный печально триснул. На сером небе, обретенном чужие птицы. Птицы взлетели, а сесть не успели, кружатся в небе. Thank you.
Иду. Иду по дороге. Где птицы? Где птицы? ലോക സിനിമയിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത സിനിമകളാണ് അർമേനിയൻ സിനിമകൾ. എന്നാൽ സെർജി പരാജനോവ് എന്ന സംവിധായകനിലൂടെ അർമേനിയൻ സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതെ, കവിത പോലെ സുന്ദരമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ. അതിനൊരു കാരണവുമുണ്ട്. നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് പരാജനോവ്. തീർച്ചയായും. പിന്നെ ഈ മിത്തും നാടോടി കഥകളും ഒക്കെ കൂട്ടിച്ചേർത്ത് സിനിമയാക്കുമ്പോൾ സ്വാഭാവികമായും അതിന് അതിൻ്റെതായ ഒരു സൗന്ദര്യം ഉണ്ടാവും. സോവിയറ്റ് യൂണിയന്റെ പ്രൊപ്പഗൻഡ ചിത്രങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് തന്റേതായ സർഗാത്മക ചിത്രങ്ങളാണ് പരാജനോവ് നിർമ്മിച്ചത്. ഇതേ കാരണം കൊണ്ടാണ് സോവിയറ്റ് ഭരണകൂടം അദ്ദേഹത്തെ നിരന്തരമായി വേട്ടയാടിയത്. Что, пригласила сюда американцев? Are you English? No, American. Amerikatsi. I was actually born in Armenia. Might as well head back to the homeland and learn about my Armenian roots. Start over, you know? I find you good home. Really? Is this about the housing situation? Fellas, there's been a mistake. Вы американский шпион? Его видели в общественном месте. Модным, ярким галстуком на шее. Pahat pıtıyane sana. Charlie Chaplin? Charlie, американцы. Америкатsi. Америкатsi. Ты ведь нашел ему работу, правда, как обещал? Конечно, весьма достойно. Ասոնքիրեն ցոքին սադանային ծախացել, Ստալին բաբային։ Уважаемый художник раньше был. Он сбрендил, Арте подвергла его цензуре. All right, boys and girls, we got one heck of a show tonight. Toast, first toast, first toast. I can see you better than you. Long time. Yaşadım sağ ol. Asharov Mekservat Hayari Genatsa. Kilini me jebit naric. Watch atsunt naric. നേരത്തെ പറഞ്ഞ പോലെ റഷ്യയിലെ പ്രൊപ്പഗൻഡ ചിത്രങ്ങൾ വലിയ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായിട്ടുള്ള ഷാഡോ ഓഫ് ഫോർഗട്ടൺ ആൻസിസ്റ്റേഴ്സ് അദ്ദേഹം പുറത്തുവിടുന്നത്. പക്ഷേ അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുന്നത് കളർ ഓഫ് പോമഗ്രാനൈറ്റ് എന്ന സിനിമയാണ്. അതെ, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ക്ലാസിക് ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമ കൂടിയാണിത്. അർമേനിയൻ കവി സയദ് നോവയുടെ ജീവിതം ആസ്പദമാക്കിയിട്ടാണ് സെർജി പരാജനോവ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കവിതയുടെ സൗന്ദര്യം വേണ്ടുവോളം ഈ ചിത്രത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. Cherche un... Oui. Avion. Les Balkans, pour nous, c'est vraiment le foutoir. Balkans Caucase, ici. Excusez-moi, mais les Français sont nuls en géographie. Hein. Ça, alors là... Mercury Perkichna, Luisna, Huisna, ամենիչի փողը ինքն է տալու, ինքն է վճարել։ Ու վաղուց սպասում էինք ձեր գալու։ Viva la France! Viva Grenoble! Grenoble. Այդ ֆրանսիացի մենակ փորձում կա։ Դու պաշտպանում եք մի ազերի շպիոնի, որ ուզում ես գյուղը քանդի։
Projetez-vous de commettre des actes contraires aux intérêts de la République d'Arménie? Moi? Mais non, mais pas du tout, au contraire, j'adore l'Arménie. Aznavourian. Aznavour. Est-ce que tu pourrais arrêter de me faire chier, Aznavour? L'ambassade de France, ils peuvent rien faire pour moi parce que soi-disant, j'ai pas de visa d'entrée. Alors, bon, je suis un sans-papier, quoi. Сайн Мартне. Умирам варуц пасумей. Мичацов. Ինչու պիտի լինի լինելու է։ Votre monnaie, c'est quoi déjà? Drame. Ah, votre monnaie s'appelle Drame? Oui. Ah, très bien, vous avez le sens de l'humour en tout cas. പരാജിനോവിന്റെ അവസാന നാളുകൾ വളരെയധികം സങ്കീർണമായിരുന്നു. ഈ സോവിയറ്റ് യൂണിയന്റെ നിരന്തരമായിട്ടുള്ള ഈ ഒരു വേട്ടയാടലുകൾ അദ്ദേഹത്തെ ശാരീരികമായും മാനസികമായും തളർത്തിയിരുന്നു. സെൻസർഷിപ്പിന്റെ വേലിക്കെട്ടുകളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ വിജയഗീതം പാടി 1990 സെർജി പരാജിനോവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. I never knew fear could be a place from which we draw comfort and where we feel most at home. This is our garden and she's my daughter. I come from a village that lies at the foot of a gorge, terrible and hunting beauty. The energy there is so loaded that I just started to sing. I never knew such a sight could also be the face of pain. I wonder if all war photographers are so interested in opera, especially in female parts. Now he's here with you, right? Ես այդ պատերազմը ապրում եմ արդեն 25 տարի. You're a journalist, not a soldier. This is my home. Now I can be only a soldier. What was your father doing? He was a photographer just like you, and a very talented one. We were both prisoners of our past, hunted by the same face. And what made you become a war journalist? I saw his talent and we thought about sending him to cover his first armed conflict in a remote communist country. Եղես դուրս մերեցին, եկերացու խաչան լետարանում մի արտասահմանցի լուսանկարչի։ Who are you? Who are you? Stop this. Because you're a liar. You're a thief. Respire. In the calmness of that beauty, we find our serenity. Worthy of the gate to heaven. ഇത്തവണത്തെ ഫിലിം ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിൽ 14 ചിത്രങ്ങളാണുള്ളത്. El ejercicio consistía, y consiste todavía, en cerrar los ojos e imaginarse un lugar. Para
en la eventualidad que te preguntaran algo, tú no empezaras a pensar en ese momento, sino que ya la tenías construida la situación. 1, 2, 3, 4, 5. Y lo mismo con los nombres, ¿En qué sentido? que tenías distintos nombres. Ah, claro. പതിനാല് ചിത്രങ്ങളാണുള്ളത്. അതിൽ 2 മലയാളം ചിത്രങ്ങളും ഉണ്ട്. അതെ, ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിസ്റ്റ് ഫാത്തിമയും ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറവുമാണ് ഈ 2 ചിത്രങ്ങൾ. പൊന്നാനിയിലെ ഒരു സാധാരണ കുടുംബത്തിന്റെ കഥ അസാധാരണമായി പറയുകയാണ് സംവിധായകൻ ഈ ചിത്രത്തിൽ. ഏത് ഫെമിനിസ്റ്റ് ഫാത്തിമ? അതെ, മാത്രമല്ല ഇത് നമ്മൾ മലപ്പുറത്തിന്റെ ഒരു അഭിമാന ചിത്രം കൂടിയാണ്. അതെ, മലപ്പുറത്തിന്റെ അഭിമാന ചിത്രമെന്നാണ് ഈ ചിത്രത്തെ ടൈംസ് ഓഫ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറമാണ് ഇതിലെ മറ്റൊരു ചിത്രം. ജഗദീഷും കാതൽ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയയായ അനഘ രവിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. അമ്മയാണോ അച്ഛനാണോ ആദ്യം പ്രപ്പോസ് ചെയ്തത്? അച്ഛൻ, അല്ലാതെ പിന്നെ അങ്ങനെയും പറയാം. ഞങ്ങളുടേതൊരു ലവ് മാരേജ് ആയിരുന്നു. ജാതക പരിചയം ഇല്ലാത്തതുകൊണ്ട് വീട്ടുകാർക്കൊക്കെ വലിയ എതിർപ്പായിരുന്നു. അമ്മ ഒറ്റയ്ക്ക് എത്താൻ പേടിയാണ്. അന്നത്തെ രോഗമാണെന്ന് അറിയില്ലായിരുന്നു ഡോക്ടർ. അവളുടെ വാശിയാണെന്നാ കരുതിയ നിങ്ങളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി. ഞാൻ ഒരു കാര്യം പറഞ്ഞാലേ കേക്കോ? ഒരു പ്രോമിസ് ചെയ്യോ? പറയേ. വയനാടിൻ്റെ കണ്ണീരൊപ്പാനും പുനരധിവാസത്തിനും നമുക്കൊന്നായി നിൽക്കാം. സഹജാതരില്ലാതെ ഒരു പുലർവേള ഒന്നായി നേരിടാം, തണലായി തുണയാ കേരളമേ പോരൂ. അതിരാകെ മായുന്ന പ്രളയാന്ധഗാഥ കേരളമേ പോരൂ. വയനാടി നാടിൻ്റെ മുറിവായി മാറി കഥനമായി കബനി കവിഞ്ഞു, കഥനമായി കബനി കവിഞ്ഞു. ഒരു മാത്ര കൺ തുറന്നപ്പോൾ
അതിവേഗമെല്ലാം പൊലിഞ്ഞു. ഒരു വാക്കിനാലും പകർത്താനരുതാത്ത നോവാണു നെഞ്ചിൽ, തീയാണു നെഞ്ചിൽ. കണ്ണീരു പോലെ മിണ്ടാതെ മിണ്ടും ഉള്ളിൻ്റെ പാട്ടൊന്നിതാ, ചങ്കിലെ പാട്ടൊന്നിതാ, ചങ്കിലെ പാട്ടൊന്നിതാ. സഹജാതരില്ലാതെ ഒരു പുലർവേള, അതിരാകെ മായുന്ന പ്രളയാന്തഗാഥ. ഒന്നായി നേരിടാം, തണലായി തുണയായി. കേരളമേ പോരൂ, കലികാലമേഘങ്ങൾ മൃതി നൃത്തമാടി, മലമേടിൻ മുടിയുലച്ചാടി. ഒരുപാടു ജന്മങ്ങൾ ഒഴുകിക്കലങ്ങി കവനി നിണച്ചോലയായി. ഒന്നു പറയാതെ വന്നു മരണം വിഴുങ്ങി, നിലയറ്റ കയമായി ഭൂമി. എവിടെയാണെന്നറിവില തിരയുന്നു ജീവന്റെ സ്പന്ദം. കേരളമേ പോരൂ, കേരളമേ പോരൂ. ഒന്നായി നേരിടാം, തണലായി തുണയായി. ഒന്നായി നേരിടാം, തണലായി തുണയായി. കേരളമേ പോരൂ, കേരളമേ പോരൂ. IFFKയുടെ എപ്പിസോഡ് ഇവിടെ തീരുന്നില്ല. കൂടുതൽ IFFK വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.